പാർട്ടിക്കകത്ത് നമ്മൾ അഭിപ്രായം പറയും. അഭിപ്രായം പറയുന്നതിന് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടുകാരനെ ആ നിർഭയമായിട്ടുള്ള വിമർശനം കുറഞ്ഞു വരുന്നു എന്നതാണ് പാർട്ടിയുടെ പ്രശ്നം, ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതെ. എന്നേക്കാളും ജൂനിയറായിട്ടുള്ള ആളുകൾ ഉന്നത ഘടകത്തിലെത്തുന്നു. അത് അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായി തീരുമാനിക്കുന്ന കമ്മിറ്റി നിർദ്ദേശങ്ങൾ വെക്കുന്നു, അത് ജനാധിപത്യപരമായി ചർച്ച ചെയ്യുന്നു, അംഗീകരിക്കുന്നു. നമ്മളാരോടും ഫ്ലക്സ് ബോർഡ് വെക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടില്ല. സമൂഹം നമ്മളെ വിലയിരുത്തുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്ന നിലക്ക് എന്നെ നാട് വിലയിരുത്തുന്നുണ്ട്. നിലപാടുകൾ അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എനിക്കെന്താണോ വ്യക്തിപരമായ തോന്നലുകൾ ഉണ്ടാകുന്നത്, എനിക്കെന്താണോ വ്യക്തിപരമായിട്ട് നിലപാടുകൾ ഉണ്ടാകുന്നത്, ആ നിലപാടുകൾ പാർട്ടിക്കകത്ത് പറയാം. ഈ കാലം പലതിനും മറുപടി പറയും. അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് പറയാറുണ്ട്. അക്കാലത്ത് കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഇതിഹാസങ്ങളായ നേതാക്കന്മാർ പിൽക്കാലത്ത് നമ്മളൊക്കെ കേട്ട് വായിച്ച് മാത്രം പരിചയമുള്ള ആളുകൾ. ഇപ്പോൾ CH കണാരൻ, പട്ട്യം ഗോപാലൻ, അഴീക്കോടൻ രാഘവൻ. എങ്ങനെയാണ് ഈ നേതാക്കന്മാരുടെയൊക്കെ സ്വഭാവ സവിശേഷതകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് CH-ൻ്റെ വീട്ടിൽ ഒരു ഘട്ടത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അത് നേതാക്കന്മാരുടെ കൂടെ പോയതാണ്. അതായത് CH-ആയിട്ട് അധികം സംസാരിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ ജൂനിയർമാരാണ്. അതുപോലെ തന്നെ അഴീക്കോടൻ കൊല്ലപ്പെടുന്നതിന് കുറച്ച് മുമ്പ് കണ്ണൂരിൽ അന്ന് സ്വദേശി ബിൽഡിങ്ങിലാണ് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്വദേശി ബിൽഡിംഗ്, അവിടെ ഇന്ന് ലോക്കൽ കമ്മിറ്റി ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്വദേശി ബിൽഡിങ്ങിൽ സഖാവ് അഴീക്കോടൻ ഒരു ബാഗുമായിട്ട് വന്ന് കയറുന്നത് ഓർമ്മയുണ്ട്, ഞങ്ങളെ ജില്ലാ കമ്മിറ്റി യോഗം നടക്കുന്ന അവസരത്തിൽ. അപ്പോൾ കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ അദ്ദേഹം തൃശ്ശൂരിൽ കൊല ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ പറശ്ശിനിക്കടവിൽ, അന്ന് കോടിയേരിയുണ്ട്, EP ജയരാജനുണ്ട്, ഞങ്ങളൊക്കെ ഉള്ള അവസരത്തിൽ പറശ്ശിനിക്കടവിൽ ഒരു ക്യാമ്പ് നടക്കുകയായിരുന്നു, പഠന ക്യാമ്പ്. ആ പഠന ക്യാമ്പ് നിർത്തിവെച്ചിട്ടാണ് ഞങ്ങൾ KSRTC ബസ്സിൽ തൃശ്ശൂരിലേക്ക് പോയത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരിച്ച് കണ്ണൂരിലേക്ക് വന്നത്. അപ്പോൾ അഴീക്കോടനുമായിട്ടും അങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയും നേരിട്ടുള്ള കൂടിക്കാഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടിരുന്നു. അതേസമയം പാട്ട്യം ഗോപാലൻ, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ നേതാവ്. ഞങ്ങളുമായിട്ടൊക്കെ വ്യക്തിബന്ധമുണ്ട്. മാത്രമല്ല എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തിയാണ് പാർട്ടി. കാരണം എൻ്റെ മൂത്ത ജ്യേഷ്ഠനുണ്ടായിരുന്നു, അദ്ദേഹം കൽക്കട്ടയിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായിട്ട് മരണപ്പെടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു നമ്മളെ കുടുംബത്തിൻ്റെ അത്താണി. കാരണം അച്ഛനൊക്കെ പ്രായമായി, അമ്മയടക്ക് കർഷക തൊഴിലാളിയായിട്ടെല്ലാം ജോലിക്ക് പോകും. അപ്പോൾ സഹോദരങ്ങളുണ്ട്, ഞങ്ങൾ 8 മക്കളുണ്ട്. അതിൽ എൻ്റെ നേരെ ഇളയ സഹോദരിയാണ് സതി. അതെ. സതി ഉൾപ്പെടെയുള്ളവരും ഞങ്ങളുടെയൊക്കെ പഠനം, അതിൻ്റെ ചിലവൊക്കെ നിർവഹിച്ചിരുന്നത് ഏട്ടൻ അയച്ചിരുന്ന പണത്തെ അടിസ്ഥാനപ്പെടുത്തിയ കൽക്കത്തയിലായിരുന്നു. അപ്പോൾ അന്ന് ഏട്ടന് ഒരു തോന്നലുണ്ടായി, അതായത് മുതിർന്ന ആളായല്ലോ ഞാൻ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എൻ്റെ കൽക്കത്തയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട്, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കാണാൻ വരുന്നത്. അപ്പോൾ ഞാൻ ശോഭിച്ചു, കാരണം എന്നോട് ചോദിക്കാതെയാണല്ലോ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, വിദ്യാർത്ഥി പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനെ ഹരം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ അവസരത്തിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് അവിടെ കൽക്കത്തക്ക് പോകാമെന്ന് പറയുമ്പോൾ വിഷമമല്ലേ. അപ്പോൾ സമ്മർദ്ദം കൂടി വന്നപ്പോൾ ഞാൻ സഖാവ് പാട്ട്യത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തി, പാർട്ടിയുടെയും ശ്രദ്ധയപ്പെടുത്തി. പാർട്ടി ഏട്ടനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അന്നേരത്ത് പിന്നെ പാർട്ടി ഇടപെട്ടിട്ട് പറഞ്ഞു, ജയരാജൻ്റെ പേരിലൊരു കേസുണ്ട്, അന്ന് ഒരു സമരവുമായി ബന്ധപ്പെട്ട കേസുണ്ട്, അപ്പോൾ കേസൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടാം, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പാട്ട്യം അതുപോലെയുള്ള കാര്യത്തിൽ ഇടപെട്ടിരുന്നു. മാത്രമല്ല
അദ്ദേഹം അന്തരിക്കുന്നതിന് കുറച്ച് മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു ക്ലബ്ബുണ്ട്, അങ്ങനെയാണല്ലോ സാംസ്കാരിക സംഘടന. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പാർട്ടിക്ക് വളരെ സ്വാധീനം കുറഞ്ഞ മേഖലയായിരുന്നു ഞങ്ങൾ യുവാക്കളായിട്ടുള്ള സമയത്ത്. അപ്പോൾ ക്ലബ്ബ്, സാംസ്കാരിക പ്രവർത്തനം, ഇതിലൂടെയാണ് ഞങ്ങളെ ആ നാട്ടിലും CPM ശക്തമായിട്ട് വന്നത്. ഇപ്പം പാർട്ടി ഒറ്റയ്ക്ക് ജയിക്കും അവിടെ, സ്വാധീന കേന്ദ്രമായി. അപ്പോൾ അന്ന് അത്തരമൊരു ഘട്ടത്തിൽ അവിടെ യുവചേതന ക്ലബ്ബ് ഉണ്ടാക്കി. അതിൻ്റെ സാംസ്കാരിക പരിപാടികളിൽ സഖാവ് പാട്യം അന്ന് അസുഖമായിരുന്നു. അപ്പോൾ വിഷമം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എതിരാളികളുടെ മേഖലയാണ്, സഖാവ് പാട്യം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ക്ഷീണമാകും എന്ന് പറഞ്ഞപ്പോൾ ആ ശാരീരികമായിട്ടുള്ള അവശതയുള്ള സമയത്തും അദ്ദേഹം വന്നു. അപ്പോൾ ആ നിലക്കുള്ളൊരു ബന്ധം സഖാവ് പാട്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജനാണല്ലോ പാട്യൻ്റെ രാജേട്ടൻ. അതെ അതെ അതെ. രാജേട്ടനും അന്ന് എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ സഖാവ് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോൾ ജയരാജേട്ടൻ എനിക്കൊന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഏരിയ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. പൊതുവേ ഏരിയ സെക്രട്ടറിമാരെന്നൊക്കെ പറയുമ്പോൾ അല്ലേ ഒരു പ്രായമുള്ള ഒരാളാന്ന് അങ്ങനെ ഞാൻ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് വളരെ ചെറുപ്പക്കാരനായ ഒരു ഏരിയ സെക്രട്ടറി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് അക്കാലത്ത് തന്നെ ആയിരിക്കില്ലേ ഈ MV രാഘവനൊക്കെ ബദൽ രേഖയും ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ട് MVR സ്വാഭാവികമായിട്ടും ജയരാജേട്ടനെയും ആകർഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ലേ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ? എങ്ങനെയാണ് ആ MVRുമായിട്ടുള്ള? അതായത് 1977 പിന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ചല്ലോ. അതെ അതെ. ആ ഘട്ടത്തിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് SFI ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഞാൻ ഒഴിയുന്നത്. അതിനെ തുടർന്ന് കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗമായി എന്നെ കോപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് അന്ന് കോപ്റ്റ് ചെയ്യുക. അതെ 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 അതെ. അങ്ങനെ കോപ്റ്റ് ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ആണ് അന്നത്തെ AC സെക്രട്ടറിക്കെതിരായിട്ട് ഒരു അച്ചടക്ക നടപടി വന്നു. അങ്ങനെയാണ് സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയിൽ ഏറ്റവും ജൂനിയറാണ് ഞാൻ. ഇതാണ് സീനിയർമാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട് അന്ന്. ആ നേതാക്കന്മാരൊക്കെ ഉള്ള അവസരത്തിലാണ് ജൂനിയറായിട്ട് ഞാൻ സെക്രട്ടറി ആവുന്നത്. പക്ഷേ സീനിയർമാരായിട്ടുള്ള അത്തരം സഖാക്കൾ അതിൽ MO പത്മനാഭനുണ്ട്, VK ചന്തുവേട്ടനുണ്ട്, മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധിയായി പിൽക്കാലത്ത് വന്നിട്ടുള്ള സഖാവ് P ബാലനുണ്ട്, KV വാസുണ്ട്, നമ്മുടെ റോഷൻ്റെ. അവരൊക്കെ വലിയ നിലക്ക് സഹകരണമാണ് എനിക്ക് നൽകിയത്, പ്രോത്സാഹനമാണ് നൽകിയത്. അപ്പോൾ ആ നിലക്ക് ചെറുപ്പത്തിൽ തന്നെ AC സെക്രട്ടറി ഓരോ സന്ദർഭമാണ്. അതെ അതെ അതെ. ഒരു നടപടി വന്നപ്പോൾ പകരം സെക്രട്ടറി ആയതാണ്. അപ്പോൾ യൂത്തായിട്ടുള്ള ഞാൻ ഇരിക്കട്ടെ പാർട്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് സെക്രട്ടറി ആയിട്ട് വന്നത്. MV രാഘവന്റെ ഒരു പ്രഭാവമുള്ള കാലല്ലേ അന്ന് അവിടുത്തെ MLA ആയിരുന്നു MV രാഘവൻ, കൂത്തുപറമ്പ് MLA. അപ്പോൾ ആ നിലക്ക് ഞങ്ങളുമായിട്ട് വ്യക്തിപരമായിട്ടും കൂടുതൽ ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, അന്ന് രസകരമായിട്ടൊരു കാര്യം ഉണ്ടായി. അതായത് RSSുമായിട്ടുള്ള ഒരു സംഘർഷത്തിനിടയിൽ ഒരു കേസ് എനിക്കെതിരായിട്ട് വന്നതല്ല, പക്ഷെ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് നടപടിയുടെ ഭാഗമായി കൂത്തുപറമ്പ് പാർട്ടി ഓഫീസിൽ ഇരിക്കുന്ന അവസരത്തിൽ എന്നെ പിടിച്ചുകൊണ്ടുപോയി പോലീസ്. എന്നിട്ട് കൂത്തുപറമ്പ് ലോക്കപ്പിലിട്ട് അടി പാസ്സാക്കി. ഞാനുണ്ട്, P ബാലേട്ടനുണ്ട്, ഞങ്ങളെയൊക്കെ പിന്നെ CITUവിൻ്റെ നേതാക്കന്മാരുണ്ട്, കുഞ്ഞനന്തൻ, അവരെയൊക്കെ പിടിച്ച് തല്ലി. എന്നിട്ട് മാത്രമല്ല ഞങ്ങളെല്ലാം ഡ്രോയർ ഇത് മുണ്ടെല്ലാം അഴിച്ച് ഷർട്ടും എല്ലാം അഴിച്ച് ഡ്രോയറിൽ. അപ്പോൾ അന്ന് PV കുഞ്ഞിക്കണ്ണനുണ്ട്, അദ്ദേഹം MLA ആയിരുന്നു. അപ്പോൾ ഈ പരിചയം പിന്നെ MV രാഘവനുമായിട്ട് നല്ല പരിചയം. അപ്പോൾ MV രാഘവൻ, PV കുഞ്ഞിക്കണ്ണൻ ഇവരൊക്കെ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ വന്നു പിറ്റേ ദിവസം. അന്നത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികളൊക്കെ ഈ പിന്നെ പ്രതികളായിട്ടുള്ള ക്രിമിനൽ കേസിലൊക്കെ പ്രതികളായിട്ടുള്ള ആരെ പിടിച്ചു കൊണ്ടുപോകാൻ ലോക്കപ്പാണല്ലോ. മൂത്രമെല്ലാം അവിടെ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ മൂത്രം മണത്തിട്ട് ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, കൊതു. പക്ഷെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ഈ MV രാഘവൻ, PV കുഞ്ഞിക്കണ്ണനൊക്കെ വന്നു, ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഹാജരാക്കി. അപ്പോൾ അന്നേരത്തെ മുണ്ടെല്ലാം തന്നു, ഞങ്ങളെ ഹാജരാക്കി. അപ്പോൾ MV രാഘവൻ എന്നോട് ചോദിച്ചു, ജയരാജ നിങ്ങളെ ഉപദ്രവിച്ചിനോന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഞാൻ ഉപദ്രവിച്ചിരുന്നു. സാധാരണ ഇതിൽ പറയൂല, കാരണം പറയില്ല. ഇവർ പോയാൽ പിന്നെ ഇവരുടെ നിയന്ത്രണത്തിലാണല്ലോ. അതെ അതെ. ആരാ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ DYSP ഉണ്ട് അവിടെ, ഇപ്പുറത്ത് CI ഉണ്ട്. ഞാൻ പറഞ്ഞു ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയാൽ പിന്നെ അച്ഛനോ അമ്മയോ ഒന്നും നോക്കൂല്ലല്ലോ, തൊപ്പി വെച്ചാൽ അങ്ങനെയൊരു വാചകം അദ്ദേഹം പറഞ്ഞു. പക്ഷെ പിന്നെ ഞങ്ങളെയൊന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ആ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനും ഞാനുമായിട്ടൊക്കെ പിന്നീട് നല്ല ബന്ധമായി. അപ്പോൾ അങ്ങനെയുള്ള അനുഭവമുണ്ട്. അപ്പോൾ MV രാഘവൻ്റെ ഈ ബദൽ രേഖയുടെ വിഷയം വന്നപ്പോൾ പാർട്ടിക്കകത്ത് ഓരോരുത്തരും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതെ അതെ. പക്ഷേ പാർട്ടിക്കകത്ത് പറയാന്നല്ലാതെ ഒരു അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമാകുമ്പോൾ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിനകത്ത് നിൽക്കുക. പാർട്ടിക്കകത്ത് നമ്മൾ അഭിപ്രായം പറയും. അഭിപ്രായം പറയുന്നതിന് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടുകാരനെ അഭിപ്രായം നിർഭയമായി പറയാം. ഇപ്പോൾ ബിജു എൻ്റെ പാർട്ടി നേതാവാണ്. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന അവസരത്തിൽ ഞാൻ എൻ്റെ നിലപാട് പറയാം. നിങ്ങളോട് എല്ലാ റെസ്പെക്റ്റും ഉണ്ട് എനിക്ക്, എല്ലാ ബഹുമാനമുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായം എന്നതാണ്, നിങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നതാണ്. ആ നിർഭയമായിട്ടുള്ള വിമർശനം കുറഞ്ഞു വരുന്നു എന്നതാണ് പാർട്ടിയുടെ പ്രശ്നം, ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതെ. അപ്പോൾ പിന്നെ അന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ പേരിൽ അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ എന്നെ സ്വാധീനിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പാർട്ടിക്കകത്ത് നമ്മൾ അഭിപ്രായം പറയും, പക്ഷെ പാർട്ടിയുടെ വെളിയിൽ നിന്നുകൊണ്ട് കളത്തിന് പുറത്തിറങ്ങിയിട്ടുള്ള കളി അതെനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തീർത്ത് പറഞ്ഞിട്ട് വന്ന വ്യക്തി ആരാന്നൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ജയരാട്ടൻ ഈ ഒരു ആക്രമണത്തിൽ വലിയൊരു ഈ ആക്രമണത്തിനിരയായപ്പോൾ അദ്ദേഹം ഭയങ്കരമായി അപലപിച്ചിരുന്നു MVR. തീർച്ചയായിട്ടും. മാത്രമല്ല അത് പിന്നെ അതിനുശേഷം അദ്ദേഹം പിന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ കുറേ കാലം ചികിത്സയിലായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ഈ അവസാന കാലത്തല്ലേ? പിന്നെ എല്ലാം പോയി കണ്ടിട്ടുണ്ട്. അതായത് മാത്രമല്ല അദ്ദേഹം മന്ത്രിയായപ്പോൾ ഞാൻ പോയിരുന്നു. മന്ത്രിയായപ്പോഴും ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തെ. ഞാൻ MLA ആയിരുന്നല്ലോ അന്ന്. MLA ആയിരുന്നു ഞാൻ. അസംബ്ലിക്കകത്ത് നമ്മൾ ശക്തമായിട്ട് വിമർശനം ഉന്നയിച്ചു. അദ്ദേഹവും ശക്തിയായിട്ട് എനിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് ബന്ധത്തെ ഒന്നും അത് ബാധിച്ചിട്ടില്ല. അതേസമയം നിലപാടിൽ തന്നെ. ഈ 98-ലാണ് ജയരാട്ടൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാകുന്നത് അല്ലേ? ആ കാലത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് പൊതുവെ ഈ അന്ന് വിഭാഗീയതയുടെയൊക്കെ ഒരു ചരിത്രം തുടങ്ങുന്നു എന്ന രീതിയിലുള്ളൊരു ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? പാലക്കാട് സമ്മേളനത്തിൽ മത്സരിച്ച് ജയിക്കുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ എന്ന രീതിയിൽ 8 പേരിൽ ഒരാളാണ് ജയരാട്ടൻ എന്ന രീതിയിലൊക്കെ പറയുന്നതിന് പരിമിതി ഉണ്ടാവും. പക്ഷെ എന്നാലും അങ്ങനെ ആ ഒരു ചരിത്രം ഉണ്ടല്ലോ. അതൊന്നും നിഷേധിക്കാനാവാത്ത ചരിത്രമാണ്. നിഷേധിക്കാനാവാത്ത ചരിത്രം. കാരണം വലിയ നേതാക്കന്മാർ ഇപ്പോൾ MM ലോറൻസ്, ഇവരൊക്കെ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു ജൈവഘടനയുണ്ട്. ആ ജൈവഘടനയുടെ ഭാഗമാണ് ഉൾപാർട്ടി സമരം. വേറെ പാർട്ടിക്ക് ഇല്ലാത്തതാണ്. നിങ്ങൾ കോൺഗ്രസിനകത്തുണ്ടോ ഇത്തരമൊരു പിന്നെ ജൈവഘടന? BJPക്കകത്തുണ്ടോ? മുസ്ലിം ലീഗിനകത്തുണ്ടോ? ഇല്ല. അതിൽ നിന്ന് സവിശേഷമായിട്ടുള്ള സംഘടനാ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആശയപരവും സംഘടനാപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമരം നടക്കും. അതില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം മരിക്കും. കാരണം ജീവത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനകത്ത് ആശയപരം, രാഷ്ട്രീയമായിട്ടുള്ളത്, സംഘടനാപരമായിട്ടുള്ള ഉൾപാർട്ടി സമരം നടക്കും. ആ ഉൾപാർട്ടി സമരത്തിൽ നമ്മളെ നിലപാട് സ്വീകരിക്കുക. നിലപാടിൽ മാറ്റമില്ല. അതേസമയം നിലപാട് ഞാൻ പറഞ്ഞാലും തീരുമാനം എടുക്കുന്നു. തീരുമാനം അനുസരിച്ച് നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. അല്ല, അന്നൊരു വലിയൊരു നേതാക്കന്മാർ പുറത്തേക്ക് പോയി. ഇപ്പോൾ KN രവീന്ദ്രനാഥ്, MM ലോറൻസ്, IV ദാസ്, ഓപരദേട്ടൻ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയ സംഭവബഹുലമായ ചരിത്രമുള്ള നേതാക്കന്മാരൊക്കെ പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത് വലിയൊരു മാധ്യമങ്ങളിലൊക്കെ വലിയൊരു കോളിലൊക്കെ സൃഷ്ടിച്ച കാലമല്ലേ? തീർച്ചയായിട്ടും. അതായത് പാർട്ടിക്കകത്തുള്ള വിഭാഗീയത അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സമരം പിന്നീട് നടന്നിട്ടുണ്ട്. അതിന് ഓൾ ഇന്ത്യ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. ആ നിലക്ക് ആ വിഭാഗീയത അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ നിന്നിട്ടുണ്ട്.
ഇപ്പോൾ 1998 ജയരാജേട്ടൻ സംസ്ഥാന കമ്മിറ്റി അംഗമാവുന്നത്. 28 വർഷം അല്ലേ? ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്. ഇത്രയേറെ ത്യാഗങ്ങൾ അനുഭവിച്ചൊരു നേതാവ്, ഇത്രയേറെ പാരമ്പര്യമുള്ള നേതാവ്, 28 വർഷമായി സംസ്ഥാന കമ്മിറ്റി അംഗം, അതിൻ്റെ പിന്നാലെ വന്നവരൊക്കെ പല ഉന്നത നേതൃത്വങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ പാർട്ടിയിൽ വേണ്ടത്ര സ്ഥാനങ്ങൾ ലഭിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയേറെ ജനസ്വീകാര്യത കിട്ടുന്നു, ജനപ്രിയത ഒരു ബാധ്യതയാവുകയാണോ ജയരാജേട്ടൻ? നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആള് പാർട്ടി സെക്രട്ടറിയായി, ഏരിയ സെക്രട്ടറിയാണ്. പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ വന്നു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി, പിന്നീട് ജില്ലാ പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്തിലേക്ക്. പിന്നീട് MLA ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പീരീഡിനകത്ത് തന്നെയാണ്. അതിൽ 2 പീരീഡാണ് എങ്കിലും 3 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, തോറ്റുപോയി. അതുകൊണ്ട് പാർട്ടി ആ പരിഗണന തന്നിട്ടുണ്ട്. പിന്നെ ബിജു പറഞ്ഞ പോലെ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമായി തുടരുന്നു. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരമാണല്ലോ. ഈ പറഞ്ഞ പദവികളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ടി നൽകിയിട്ടുള്ള അംഗീകാരമാണ്. പിന്നെ എന്നേക്കാളും ജൂനിയറായിട്ടുള്ള ആളുകൾ ഉന്നത ഘടകത്തിലെത്തുന്നു. അതവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായി തീരുമാനിക്കുന്ന കമ്മിറ്റി നിർദ്ദേശങ്ങൾ വെക്കുന്നു, അത് ജനാധിപത്യപരമായി ചർച്ച ചെയ്യുന്നു, അംഗീകരിക്കുന്നു, അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പോൾ അത് ജനാധിപത്യപരമായിട്ട് തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഞാൻ വ്യക്തിപരമായിട്ട് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഈ ജനാധിപത്യ പ്രക്രിയയിൽ താങ്കളുടെ പേര് വരുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പദവികളൊക്കെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ അത് പാർട്ടിക്കകത്ത് പറയാം. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിലപാടുകൾ, അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലക്ക് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എനിക്കെന്താണോ വ്യക്തിപരമായ തോന്നലുകൾ ഉണ്ടാകുന്നത്, എനിക്കെന്താണോ വ്യക്തിപരമായിട്ട് നിലപാടുകൾ ഉണ്ടാകുന്നത്, ആ നിലപാടുകൾ പാർട്ടിക്കകത്ത് പറയാം. ജനാധിപത്യപരമായിട്ട് നിങ്ങൾക്ക് ആ തോന്നലുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. ഭൂരിപക്ഷത്തിന് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ തീരുമാനം എടുത്തോ, എൻ്റെ നിലപാട് എവിടെയുണ്ട്, നിലപാട് മിനിറ്റ്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. ഇതാണ് എൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാടും അഭിപ്രായവും. പക്ഷേ എന്നാലും പുറത്ത് നിൽക്കുന്നവർക്ക് അസാധാരണമായ ചില രീതികൾ തോന്നാം. ഉദാഹരണത്തിന് MP ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആകുന്ന സമയത്ത് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വീണ്ടും തിരിച്ച് വന്നു. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ തിരിച്ചു വരവിനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നില്ലല്ലോ? അല്ല, എന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന അവസരത്തിൽ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് നേതൃത്വം തീരുമാനിച്ചിരുന്നു സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിനുശേഷം ഒരു കാര്യമായ ചുമതലകളൊന്നും അല്ല, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എന്നെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ജയിക്കുമെന്നാണ് അവർ കണക്കാക്കിയത്. ജയിച്ചിരുന്നെങ്കിൽ എൻ്റെ മേഖല വേറെയാകുമായിരുന്നു. തോറ്റുപോയി. അതൊരു പാർട്ടിയല്ലല്ലോ ഉത്തരവാദി. അതേസമയം എന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന അവസരത്തിൽ തന്നെ അവിടെ സ്ഥിരം സെക്രട്ടറി ആയിട്ട് വേറൊരാൾ വേണം എന്ന് പാർട്ടി തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. കാര്യം വ്യക്തമായല്ലോ. ഈ വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട്, വ്യക്തിയാരാധനയൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ജയരാജേട്ടനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ അന്നൊരു മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടാണ്. ഒരു വിൽക്കലാമേള പാട്ടിൻ്റെ പേരിലാണ്. ഈ കാലമാണെങ്കിൽ വ്യക്തിപൂജയുടെ പൂരം നടക്കുന്ന കാലമാണ്. അപ്പോൾ ഈ 1-2 വിൽക്കലാമേളയുടെ പേരിൽ വലിയാടാക്കപ്പെട്ടതായി തോന്നിയിട്ടില്ലേ? കാരണം ഇത്രയേറെ റീൽസുകൾ, നമ്മുടെ ചുറ്റും ക്യാമറകൾ, അങ്ങനെ സോഷ്യൽ മീഡിയ വിപുലമായ ഒരു കാലത്ത് പഴയ ഒരു വിൽക്കലാമേള പാട്ടിൻ്റെ പേര് പറയുമ്പോൾ പരിഹാസ്യമായി തോന്നും. ഇന്നത്തെ തലമുറയ്ക്ക് പരിഹാസ്യമായിട്ട് തന്നെ തോന്നും എന്നുള്ളതാണ്. അതിൽ ഈ കാലം പലതിനും മറുപടി പറയും. അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ബിജു ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇപ്പോൾ 2026 ചോദിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പേ എൻ്റെ അടുക്ക ഒരു കവിത എഴുതുന്ന ആൾ വന്നു.
അദ്ദേഹത്തിൻ്റെ പേര് പ്രദീപൻ എന്നാണ്. പ്രദീപൻ കടയപ്പുറത്ത്. പ്രദീപൻ കടയപ്പുറത്ത്. അപ്പോൾ അദ്ദേഹം എന്തോ സാധാരണഗതിയിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രസന്നമായിട്ടുള്ള മുഖമാണ്. എന്തോ മനസ്സിലെന്തോ സംഘർഷമുള്ളതായിട്ട് തോന്നി. അപ്പോൾ അദ്ദേഹം വേറൊരു ഏരിയ കമ്മിറ്റി മെമ്പറേയും കൂട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാര്യം? അപ്പോൾ എൻ്റെ ഒരു കവിതാ സമാഹാരം പൂതന, ആ പൂതനയുടെ പ്രകാശന കർമ്മം നിർവഹിക്കണം. അപ്പോൾ അവിടെ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു സൗഹൃദ വേദിയുണ്ട്. അപ്പോൾ അവരാണ് സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ പ്രകാശന കർമ്മം നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ക്ഷണിക്കാൻ വന്നത്. അപ്പോൾ അത് മടിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് താങ്കൾ ഈ പറഞ്ഞ അന്ന് വ്യക്തിപൂജ എന്ന വിമർശനത്തിന് വിധേയമായിട്ടുള്ള ഈ എന്നെക്കുറിച്ചുള്ള പാട്ട് എഴുതിയ ആൾ അദ്ദേഹമാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാ വ്യക്തിപരമായിട്ട് അതിന് വിഷമിക്കേണ്ട ആവശ്യം? അതായത് അദ്ദേഹം കരുതുന്നത് അദ്ദേഹം പാട്ടെഴുതിയതിൻ്റെ ഫലമായി പാട്ട് പാടി ഇവിടെ ചെറുതാഴത്തെ ഒരു കലാസമിതിയാണ്. ഗ്രാമീണ പുറച്ചേരി ഗ്രാമീണ കലാസമിതിയാണ് ഈ പാട്ട് സംഗീതം നൽകിയിട്ട് അത് അവതരിപ്പിച്ചത്. അത് വിൽക്കലാമേളയൊന്നുമല്ല, പാട്ട് തന്നെയാണ്. അപ്പോൾ അത് ആ പാട്ട് പാടി വലിയ നിലക്ക് ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് പാർട്ടിക്കകത്ത് ഉന്നത സമിതികളിൽ പ്രാതിനിധ്യം കിട്ടാത്തത്. ഞാനാണല്ലോ ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ള ഒരു കുറ്റബോധത്തെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് പഠിച്ചു വന്നത്. ഞാൻ പറഞ്ഞു നീ അതിനൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പുസ്തക പ്രകാശനത്തിന് വരും, അത് ആർക്കെന്ത് തോന്നിയാലും. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ മനസാക്ഷിയുണ്ട്. എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ നിന്നോട് പാട്ട് എഴുതാൻ പറഞ്ഞില്ല, പാട്ട് എഴുതാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് തോന്നി. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒന്ന് സമൂഹം നമ്മളെ വിലയിരുത്തുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്ന നിലക്ക് എന്നെ നാട് വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ആ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിനക്ക് തോന്നൽ വന്നു എന്നെപ്പറ്റി ഒരു പാട്ട് എഴുതണം. പുറച്ചേരി കലാസമിതിക്കാർ തോന്നുന്നു ആ പാട്ട് ഒന്ന് പശ്ചാത്തല സംഗീതം കൊടുത്ത് പാടിക്കണം എന്ന് തോന്നുന്നു. ഞാൻ അവരോട് ആവശ്യപ്പെട്ടില്ല, നിന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നീയോ കലാസമിതിക്കാരോ അക്കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ അന്ന് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നെപ്പറ്റി പല സ്ഥലത്തും ഫ്ലക്സ് ബോർഡുകൾ വന്നു, ഇപ്പോൾ വന്നല്ലോ. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുറന്നു പല സ്ഥലത്തും ഫ്ലക്സ് ബോർഡുകൾ വന്നു എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വിളിക്കൂ രക്ഷിക്കൂ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ബോർഡുകളൊക്കെ വന്നു. അപ്പോൾ അതിലും ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളാരോടും ഫ്ലക്സ് ബോർഡ് വെക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, ഉടനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് ബോർഡ് അവർ തന്നെ. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ആർക്കെന്ത് തോന്നുന്നു എന്നുള്ള വിഷയമൊന്നും എനിക്കില്ല. പിന്നെ ബിജു പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ആളുകളോട് ആരാധന തോന്നിക്കഴിഞ്ഞാൽ അത് പലതരത്തിൽ പ്രകടിപ്പിക്കും. വിരോധം തോന്നിയാൽ അതും പ്രചരിപ്പിക്കും. രണ്ടുമുണ്ട്. എൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഞാൻ പറഞ്ഞില്ല, എന്നെപ്പറ്റി തെറ്റായ ഒരു പ്രതീതി നിർമ്മാണം നടത്തി എനിക്കെതിരായിട്ട് എന്തെല്ലാം മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട്. മറ്റേ കൈയും വെട്ടും, ഒരു കൈ പ്രവർത്തനക്ഷമം അല്ലാതാക്കി മറ്റേ കൈയും വെട്ടുന്നുകൊണ്ട് പിന്നെ യമരാജൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രകടനം നടത്തുന്നുണ്ട്. പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് പലയിടത്തും. ബിജുവിന് അറിയാലോ. അപ്പോൾ ഇപ്പുറത്ത് പുകഴ്ത്തൽ, അതുകൊണ്ട് പുകഴ്ത്തി പറയാം. ഇത് രണ്ടും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിക്ക് എന്നെ ഏത് മേഖലയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചാൽ അതനുസരിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ വേണ്ടത്ര പാർട്ടി ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് ജയരാജന് ഒരുപാട് സമയം കിട്ടി. എനിക്കൊന്ന് ഈ പുസ്തകങ്ങളൊക്കെ ഒരു പ്രൗഢമായ ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അതിനുശേഷം. എനിക്ക് തോന്നുന്നത് അങ്ങനെ വന്നതാണ്. ഈ വെട്ടിയരിഞ്ഞിട്ട കൈകൊണ്ട് തന്നെയാണ് എഴുതുന്നതും ചെയ്യുന്നതും ഒക്കെ ചെയ്യില്ല. അതിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 3 പുസ്തകങ്ങൾ. സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എഴുതിയതും എനിക്ക് കുറച്ച് സമയം ലഭിച്ചു. അത് RSSകാരാണ്. RSSകാർ എന്നെ വെട്ടിയരിഞ്ഞപ്പോൾ 3 മാസക്കാലം എറണാകുളത്ത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ, പിന്നീട് ദീർഘകാലം ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ ഘട്ടത്തിൽ
കുറേ സമയം കിട്ടി. അപ്പോഴാണ് സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എഴുതാനുള്ള മെറ്റീരിയൽസ് ഞാൻ ശേഖരിച്ചത്. അതിൽ എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു കൊടുത്ത് എഴുതിക്കുക. എഡിറ്റ് ചെയ്യാൻ ആ പുസ്തകം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ദേശാഭിമാനിയിലെ PM മനോജ് നല്ല സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് ചെയ്യാനും മറ്റുള്ളവർ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാര്യ ഉണ്ടല്ലോ, ലത, പ്രൂഫ് റീഡർ. അപ്പോൾ ആ നിലക്കെല്ലാം ആ പുസ്തകം വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിവായതിനു ശേഷം കുറേ സമയം കിട്ടി. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഒന്ന് കേരളത്തിൽ ഈ വർഗീയത മെല്ലനെ പതിയെ സ്വാധീനിക്കപ്പെടുക ജനങ്ങളെ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വർഗീയ രാഷ്ട്രീയം സംബന്ധിച്ചൊന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചു കുറേ പുസ്തകങ്ങൾ പല വ്യക്തികളുമായിട്ട് ഞാൻ സംവദിക്കുകയുണ്ടായി. കാരണം ഞാനൊരു അക്കാദമിക പണ്ഡിതനല്ലല്ലോ. അപ്പോൾ സമയം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനം, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഹായം കിട്ടിയത് മാതൃഭൂമി ആർക്കൈവ്സിൽ നിന്നാണ്. ആ പുസ്തകം മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തത്. അതെ, മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ശ്രേയാം സുകുമാർ എൻ്റെ ഒന്നിച്ച് MLA ആയിരുന്ന ആളാണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന രവീന്ദ്രനാഥ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ നാട്ടുകാരനാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനൊരു ഉദ്ദേശമുണ്ട്, അതിനെന്താ അവരെല്ലാം സഹായം ചെയ്തു. ഇതാണ് സാധാരണ റിസർച്ച് സ്റ്റുഡൻസൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്വീകരണമല്ല എനിക്ക് കിട്ടിയത്, പ്രത്യേക പരിഗണന കിട്ടി. അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ 2 പുസ്തകങ്ങൾ എഴുതുന്നതിനും മാതൃഭൂമി ആർക്കൈവ്സിൽ നിന്ന് നല്ല സഹായം ലഭിച്ചു. അതുകൊണ്ട് കേരളം മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാം എന്നുള്ള പുസ്തകം മാതൃഭൂമി ബുക്സിനാണ് ഞാൻ കൊടുത്തത്. അതാണ് മാതൃഭൂമി പ്രസിദ്ധീകരിക്കാനുള്ള കാരണം. അതേസമയം ചിന്ത പബ്ലിഷേഴ്സാണ് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. അപ്പോൾ അതും ഇതുപോലെ ഈ മാതൃഭൂമിയിൽ നിന്ന് ശേഖരിച്ച കാര്യങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ ഈ ഗാന്ധിജിയുടെ കേരള സന്ദർശനം ഉണ്ടല്ലോ, അതേക്കുറിച്ച് കൃത്യമായിട്ട് 23-ലാണ് മാതൃഭൂമി തുടങ്ങുന്നത്. 25, 27, 34, 37 പയ്യന്നൂരിൽ ഗാന്ധിജി വന്ന സന്ദർഭമുണ്ടല്ലോ. ആ ഘട്ടങ്ങളിലൊക്കെ സനാതനികൾ ഗാന്ധിജി ഗോബാക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ വായിച്ചത്. മുദ്രാവാക്യം വിളി നടത്തുന്നുണ്ട്, കരിങ്കൊടി പ്രകടനങ്ങൾ. അതാ സനാതനികൾ. അവരുടെ ഇപ്പോഴത്തെ അവതാരങ്ങളാണ് RSS. അപ്പോൾ അവർ പതിയെ ഈ നമ്മുടെ നാടിൻ്റെ പഴയ സുവർണകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ആ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്താണ് എന്നുള്ളത്, ആ ചരിത്ര വസ്തുതകൾ സമൂഹത്തെ അറിയിക്കണം തോന്നി ഈ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഒരു വിമർശനം എന്ന് പറയുന്നത്, നമ്മൾ ഈ സനാതനത്തെക്കുറിച്ചും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും ഒക്കെ, ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ ആത്യന്തികമായി ഹിന്ദുത്വവാദികൾ തന്നെയാണ് ശക്തിപ്പെടുന്നത് എന്നൊരു വിമർശനമുണ്ട്. ജയരാജന് എന്താണ് മറുപടി? അതിൽ നമ്മളെ വിമർശനം കൊണ്ടാണ് അവർ ശക്തിപ്പെടുന്നത്, നമ്മളെ എതിർപ്പ് കൊണ്ടാണ് അവർ ശക്തിപ്പെടുന്നത് എന്നത് തെറ്റായിട്ടുള്ള ഒരു നറേഷനാണ്. കാരണം കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, ഒറ്റപ്പെട്ട ദ്വീപല്ല കേരളം. അതുകൊണ്ട് ഇന്ത്യയിലുടനീളം സംഘപരിവാർ ശക്തികൾ ശക്തിപ്പെട്ടല്ലോ. ഇപ്പോൾ ഗുജറാത്ത് മഹാത്മാഗാന്ധിക്ക് ജന്മം നൽകിയിട്ടുള്ള പോർബന്ദർ ഗ്രാമം ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. കാലടി കീഴിലായില്ലേ എന്ന് മാത്രമല്ല, 2002 വംശഹത്യയെ തുടർന്ന് മോദിക്ക് അമേരിക്കയിലേക്ക് വിസ നിഷേധിച്ചിരുന്നു. ഓർമ്മയുണ്ടോ അത്? ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും നല്ല സുഹൃത്തായി ഗുഡ് ബുക്കിൽ വന്നല്ലോ. എങ്ങനെയാണ് അത്? ഈ ഫാസിസ്റ്റ് ആശയങ്ങളോട് സാമ്രാജ്യത്വത്തിനുള്ള ആഭിമുഖ്യമുണ്ട്, കോർപ്പറേറ്റുകൾ വലിയ നിലക്ക് ഈ വർഗീയതയെ പുണരുന്നുണ്ട് എന്ന് മാത്രമല്ല, ലോകത്ത് തീവ്ര വലത് വിഭാഗമുണ്ട്, റൈറ്റ് വിങ്. അതാണ്. അപ്പോൾ എക്സ്ട്രീം റൈറ്റ് വിങ് ഈ കേരളത്തിലെ ഇന്ത്യയിലെ വർഗീയതയെ നല്ല നിലക്ക് പ്രോത്സാഹിപ്പിക്കുക. വർഗീയ ശക്തികൾ, സംഘപരിവാറിന് വലിയ നിലക്ക് ഫണ്ടിങ് ഉണ്ട്. അതാണ്. ഈ മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാം എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഞാനിപ്പോൾ ഈ 921 ഈ മലബാർ കലാപത്തിൻ്റെ ഒരു കണ്ടെടുക്കപ്പെടാത്ത ചില രേഖകൾ ജയരാജേട്ടൻ കണ്ടെടുത്തു, ചരിത്രത്തിൽ പറയപ്പെടാത്ത ചില ചരിത്ര സന്ദർഭങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. അതേക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ. അതിൽ ഈ
പഠനത്തിനിടയിൽ നേരത്തെ ഞാൻ കണ്ണൂർ ദേശാമനി മാനേജറായിരിക്കുന്ന അവസരത്തിൽ തലശ്ശേരി RDO ഓഫീസിൽ ചില പഴയ ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്തുള്ള രേഖകളുണ്ട് എന്ന് അറിഞ്ഞു. അന്ന് തലശ്ശേരി RDO ആയിരുന്നു ശ്രീ AC മാത്യു. ഇദ്ദേഹം തളിപ്പറമ്പിലെ ഇപ്പോൾ താമസിക്കുന്നത്. അദ്ദേഹം RDO ആയിരുന്ന സമയത്ത് പഴയ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകൾ, സർക്കുലറുകളൊക്കെ അന്ന് ഈ കോഴിക്കോട് കഴിഞ്ഞാൽ തലശ്ശേരിയാണ് പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രം. അപ്പോൾ അവിടുത്തെ പഴയ റെക്കോർഡ്സ് ഇദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഒരു ചരിത്രാന്വേഷകരാണ്, മഹാപണ്ഡിതൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കുറേ റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിശോധിച്ചു അത്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് ഈ ലെഫ്റ്റിനെ, സോഷ്യലിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും മറ്റ് കോൺഗ്രസ്സുകാരിൽ നിന്നും ഭിന്നമായിട്ട് പരിഗണിക്കണം. അവരെ കാരണം അവർ രഹസ്യ ലഘുലേഖയൊക്കെ പ്രചരിപ്പിക്കുന്നവരാണ്, അവരെ ആപത്തായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്ന് കൊടുത്ത നിർദ്ദേശമുണ്ട്, സർക്കുലറുണ്ട്, അത് അതിൻ്റെ ഓർഡർ. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കിട്ടിയത് 1921 മലബാർ കലാപത്തെ തുടർന്ന് ഉള്ള അടിച്ചമർത്തൽ നടപടിയുടെ ഭാഗമായിട്ട് പലരെയും കേസിൽ പ്രതിയാക്കി റിമാൻഡ് ചെയ്തല്ലോ. അതിൽ ഒരു കേന്ദ്രം കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അത് പലരും ഇതിനു മുമ്പേ കാണാത്ത ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ട ഈ മലബാർ കലാപകാരികളെ വെടിവെച്ച് കൊന്നു. ജയിൽ മ്യൂട്ടിനി എന്നാണ് അതിൻ്റെ പേര്. അവരുടെ റെക്കോർഡ് അനുസരിച്ച് ജയിൽ കലാപം. യഥാർത്ഥത്തിൽ പിന്നെ വാർഡന്മാർക്കൊന്നും പരിക്ക് പറ്റിയിട്ടില്ല. 11 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം, അതിൻ്റെ FIR, പിന്നെ അയച്ചിട്ടുള്ള സന്ദേശങ്ങളൊക്കെ എനിക്ക് കിട്ടി. അത് അന്ന് ദേശാമനിയിൽ വാർത്തയായിരുന്നു. അപ്പോൾ അതുകൂടി ഈ മുസ്ലിം രാഷ്ട്രീയം ഇസ്ലാം എന്നുള്ള പുസ്തകത്തിൽ വാഗൺ ട്രാജഡി പോലെ ഉള്ള ഒരു സംഭവമാണല്ലോ ഈ കൂട്ടക്കൊല, ജയിൽ കലാപം എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടക്കൊല നടത്തിയത്. അക്രമത്തിൽ പരിക്ക് പറ്റിയവരുടെ ലിസ്റ്റൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴികളിൽ ഈ നമ്മുടെ കണ്ണൂരിലുള്ള ക്ഷേത്രങ്ങളുടെ ഈ അബ്രാഹ്മണിക് ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പുതിയ കണ്ടെത്തലുകളുണ്ട്. ഇപ്പോൾ പൊതുവെ പറയാറുണ്ട് ഈ കണ്ണൂരിൻ്റെ ഒരു ചുവപ്പ് എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയമായ ചുവപ്പ് എന്ന് പറയുന്നത് ഇത്തരം ക്ഷേത്രങ്ങളിൽ നിന്നും കാവുകളിൽ നിന്നും ഒക്കെയുള്ള ഒരു വിമോചനാംശങ്ങളുടെ കൂടി ചുവപ്പാണ് കണ്ണൂരിൻ്റെ ഒരു ചുവപ്പ് എന്ന്. അത് ജയരാട്ടൻ അതുമായി ചേരുന്നുണ്ടോ? അതോടൊപ്പം തീർച്ചയായിട്ടും. അതായത് ഇത് സംബന്ധിച്ച് ഞാൻ കണ്ണൂർ സെക്രട്ടറിയായ സമയത്ത് പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു ടീമിനെ സജ്ജമാക്കി, എന്നിട്ട് ഫീൽഡ് സ്റ്റഡി നടത്തി. എന്നിട്ടാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്, ചിന്തയാണ്. അത് ഉത്തര കേരളം ആരാധനാലയങ്ങൾ സമകാലീന പ്രവണതകൾ എന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ എല്ലാ ആരാധനാലയങ്ങളെക്കുറിച്ചുമുണ്ട്. അതായത് ഹിന്ദു വിഭാഗത്തിൻ്റെ കാവുകൾ, ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൻ്റെ പതികൾ, മടപ്പരകൾ, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ, കാവുകൾ, മടപ്പരകൾ ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പഠനമാണത്. അത് നല്ലൊരു പുസ്തകമായിട്ടാണ്. CPMൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി ബേബി ആ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഈയിടെയാണ് എന്നോട് പുസ്തകം അയച്ചു തരണമെന്ന് പറഞ്ഞത്. പുസ്തകം അയച്ചു കൊടുത്തു. എന്ന് മാത്രമല്ല, ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സഹായകരമായിട്ടൊരു ഗ്രന്ഥമായിട്ട് ഇത് മാറുക എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ബിജു ചോദിച്ചിട്ടൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഉത്തര കേരളത്തിലെ തെയ്യങ്ങൾ, കളിയാട്ടങ്ങൾ, അതൊക്കെ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന സമൂഹത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളെ ആദരിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികളാണ്. മുത്തപ്പനായാലും കുട്ടിച്ചാത്തനായാലും ഗുളികനായാലും ഒക്കെ ഐതിഹ്യമുണ്ട്. മാത്രമല്ല സ്തോത്രങ്ങളാണ്, സ്തുതിച്ച് പാടുന്നതാണ്. അപ്പോൾ സ്തുതിച്ച് പാടുമ്പോൾ കുറച്ച് അതിശയോക്തിയും വരും. അതാണ്. അപ്പോൾ അതിനകത്ത് ഐതിഹ്യങ്ങളിൽ ചരിത്രാംശങ്ങളുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച വരുന്ന നേരത്ത് നിങ്ങൾ നോക്കൂ, തെയ്യങ്ങളുടെയൊക്കെ ആടയാഭരണങ്ങളൊക്കെ ചുവപ്പ് കലർന്നതാണ്. ആ ചുവപ്പിനോടുള്ള ആഭിമുഖ്യം പിൽക്കാലത്ത്
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഗുണകരമായി. വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് മാറാൻ സഹായിച്ചിട്ടുണ്ട് ചുവപ്പിനോടുള്ള ആഭിമുഖ്യം. ഇത് പരിശോധിച്ചപ്പോൾ ഈ ഉത്തര കേരളത്തിൽ മാത്രമാണോ ഈ കാവ് പാരമ്പര്യം? അല്ല, കൊടുങ്ങല്ലൂർ കാവിനുണ്ട് പാരമ്പര്യം. ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് കാവുകളുടെ കാവാണ് കൊടുങ്ങല്ലൂർ. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഈ കൊടുങ്ങല്ലൂരിലെ വാളും എടുത്തിട്ട് കോമരങ്ങൾ പുറപ്പെടും. മഞ്ഞക്കുറിയൊക്കെ മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി കൊടുക്കുക. എന്നിട്ട് അവർ സഞ്ചരിച്ച് പോവുക. കാൽനടയായിട്ടാണ് അക്കാലത്ത് പോയിരുന്നത്. ഇപ്പോൾ ബസ്സിലൊക്കെയാണ്, പ്രത്യേക വാഹനങ്ങളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ കാവ് പാരമ്പര്യം കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പോയപ്പോൾ വെങ്കമല എന്ന് പറയുന്നത് കാണി വിഭാഗം, പട്ടികവർഗമാണ്. കാണി വിഭാഗത്തിൻ്റെ കാവുകളാണ്. അവിടെയൊക്കെ ഈ കാവ് പാരമ്പര്യം കാണാൻ കഴിയും. ഇവിടെ മാത്രമല്ല, മലയപ്പൂപ്പൻ കാവ്, മനസ്സിലല്ലേ? മലയപ്പൂപ്പൻ കാവ് പത്തനംതിട്ടയിൽ അങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള കേരളത്തിലെ പല ജില്ലകളിലും ഈ കാവ് പാരമ്പര്യം ഉണ്ട്. കീഴാളരുടെ ആരാധനാലയങ്ങളുടെ സവിശേഷതകൾ. അപ്പോൾ അതിനെയൊക്കെ ക്ഷേത്രം എന്ന നിലയ്ക്ക് ഏകീകരിക്കാനാണ് ഹിന്ദുത്വ ശക്തികൾ പരിശ്രമിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിശകലനത്തിന് കിട്ടിയിട്ടുള്ളൊരു പുസ്തകമാണ് ക്ഷേത്ര ചൈതന്യ രഹസ്യം. RSSൻ്റെ പ്രചാരകൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ കാവുകളെയും മടപ്പുരകളെയും, തിരുവിതാംകൂറിലെ ചില സ്ഥലത്ത് മുടിപ്പുരകളുണ്ട്, എല്ലാം കീഴാള വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളാണ്. അതിനെയൊക്കെ ക്ഷേത്രവൽക്കരിക്കുക, എന്നിട്ട് ഹൈന്ദവവൽക്കരിക്കുക, ഒറ്റക്കണ്ണിയിൽ കോർക്കുക. ആരാധനാലയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരമായ രാഷ്ട്രീയം വിശ്വാസികളിലേക്ക് കുത്തിച്ചെലുത്താൻ വേണ്ടിയുള്ള ആസൂത്രണം നടക്കുന്നുണ്ട്. അതൊക്കെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ഇടക്കാലത്ത് എപ്പോഴോ CPM പാർട്ടിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഇതൊക്കെ ഒരു അന്ധവിശ്വാസം എന്ന മട്ടിൽ എഴുതി തള്ളിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? അല്ല, അതിലിപ്പോൾ അനുഭവത്തിൽ നിന്നാണല്ലോ പാഠം പഠിക്കുക. അപ്പോൾ ഈ വിശ്വാസത്തോട് ഇന്നത്തെ സാഹചര്യത്തിൽ, അതാണ് ഇന്നത്തെ സാഹചര്യം. കാരണം ലെനിൻ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ പ്രയോഗം. ഇന്ന് വിശ്വാസികളെ വഴിതെറ്റിച്ച് വർഗീയതയിലേക്ക് പോകുമ്പോൾ വിശ്വാസികളെ നമ്മുടെ പക്ഷത്ത് ചേർത്തുകൊണ്ട് വർഗീയതയെ ഒറ്റപ്പെടുത്തുക. ആ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുന്നല്ലോ, അതനുസരിച്ചുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ചെറുപ്പത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് നമ്മൾ മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരെന്താ പറയുന്നത്? ആ ഭരണഘടന സംരക്ഷിക്കണം. എന്തേ കാര്യം? ആ ഭരണഘടനയ്ക്ക് പരിമിതിയുണ്ട്. അതേസമയം ആ പരിമിതമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഭരണഘടനയുടെ പരിമിതി അംഗീകരിക്കുമ്പോൾ തന്നെ ആ ഭരണഘടനയുടെ പരിമിതിക്ക് പുറത്തുള്ള ചില കാര്യങ്ങൾ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കണം. അത് വിശ്വാസികളുടെ ആരാധനാലയങ്ങളുടെ കാര്യത്തിലും ബാധകമാണ്. ഈ കേരളത്തിലെ നമ്മുടെ കണ്ണൂരിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളുടെ ഉൾവേരുകളിൽ ഈ ക്ഷേത്രവിശ്വാസങ്ങളും കാവും തെയ്യവും ഒക്കെ ഒരുപാടുണ്ട്. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ നേതാക്കന്മാരൊക്കെ പകൽ സമയത്ത്, ഈ നിരോധിക്കപ്പെട്ട കാലത്ത് പകൽ സമയത്ത് പരസ്യമായി നടന്നിട്ടുള്ളതാണ് പറശ്ശിനിക്കടവ്, മുത്തപ്പൻ്റെ നാട്. മനസ്സിലായി? പരസ്യമായിട്ട് പോയിട്ടുണ്ട് അവിടെ. ഒരു പോലീസിനും അവിടെ എത്താൻ പറ്റില്ല. ഇപ്പം മഠത്തിലപ്പൂ ഒരു പൂരക്കളി കലാകാരനായിരുന്നു. പൂരക്കളിയൊക്കെ ഒരു ക്ഷേത്രകഥയാണല്ലോ ആ സമയത്തുള്ള ഒരു ആണ്. പക്ഷേ കേരളത്തിലെ ഈ സമീപകാലത്തെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടെ കണ്ണൂരിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ, പാർട്ടി ഗ്രാമങ്ങൾ എന്നാണ് മറ്റു മാധ്യമപ്രവർത്തകർ, നമുക്ക് കമ്മ്യൂണിസ്റ്റ് ഗ്രാമം എന്ന് പറയാം. കാരണം ഈ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകതരം സവിശേഷതയും ആ ഒരു ശക്തിയും ആ ഒരു പാർട്ടിയുടെ സാന്ദ്രത കൂടിയിട്ടുള്ള മേഖലകൾ അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു വലിയ ഒഴുക്ക്, ഒരു വലിയൊരു ആന്തരികമായി പിളർന്നതുപോലൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി അത് എങ്ങനെയാണ് കണ്ടത് ഇപ്പോഴും അവ്യക്തമാണ് പാർട്ടി പലപ്പോഴും അതിന് നൽകുന്ന വിവരണം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ പയ്യന്നൂരിൽ ഒരു കാലത്തും CPM അല്ലാതെ പാർട്ടി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയും ജയിക്കാത്ത മണ്ഡലം തൃക്കരിപ്പൂർ, കയ്യൂർ പോലുള്ള വിപ്ലവ മണ്ണ് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് തൃക്കരിപ്പൂരിൽ. അതുപോലെ തളിപ്പറമ്പ്, ധർമ്മടത്തിൽ പിണറായി 6 റൗണ്ടിൽ പിന്നിലായി. ഇതൊക്കെ നമ്മൾ ഇപ്പം എന്നും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഇതാണ്. ഏറ്റവും ഭയാനകമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിലെ ഈ ഒരു അവസ്ഥയാണ്. ആന്തരികമായി പിളർന്നതുപോലുള്ളൊരു ഫീല് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് പാർട്ടി ഇതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അതിൽ
ഒന്ന്, സാർവദേശീയ തലത്തിൽ തന്നെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ കയറ്റിയിട്ടുള്ള തിരിച്ചടിയെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും പുറകോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. അത് ലോകാടിസ്ഥാനത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ 90-കൾക്ക് ശേഷമുള്ള ഈ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തിരിച്ചടിയേറ്റുള്ള ഘട്ടത്തിലും ഇന്ത്യയിൽ നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ട്. CPI ഇന്നിപ്പോൾ CPM-ന് ഒരു സംസ്ഥാനത്ത് പോലും അധികാരമില്ല. അധികാരമുള്ള 3 സംസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു. കേരളത്തിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഉണ്ടായത്. ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ തിരിച്ചടിയല്ല, ഒരു വലിയ തോൽവി തന്നെയാണ്, വൻ തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കണം എന്നാണ് പാർട്ടി തീരുമാനിച്ചത്. അപ്പോൾ തിരുത്തൽ നടപടികൾ വേണം. അപ്പോൾ അതിൽ മറ്റു പാർട്ടികൾ പരിശോധിക്കാത്ത വിധമുള്ള ഒരു പരിശോധന പാർട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നർ പാർട്ടി ചർച്ച. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉൾപാർട്ടി സമരം. ഉൾപാർട്ടി സമരം പാർട്ടിക്കകത്ത് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പാർട്ടി ഒരു തീരുമാനം എടുത്തല്ലോ. അതായത് സ്വതന്ത്രവും ഉള്ളു തുറന്നതുമായിട്ടുള്ള ചർച്ച. ഇതാണ് ശരിയായിട്ടുള്ള വേർഡിങ്. അതാണ് മറ്റ് ഭയപ്പാടില്ലാതെ ചർച്ച ചെയ്യണമെന്നുള്ളതല്ല, സ്വതന്ത്രവും ഉള്ളു തുറന്നതുമായിട്ടുള്ള ചർച്ച. അപ്പോൾ നേരത്തെ അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല. അല്ല, അതിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയോട് പറഞ്ഞു എല്ലാ പാർട്ടി മെമ്പർമാർക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാം. ഇത് മറ്റു പാർട്ടിക്ക് ഇല്ലാത്തതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം സവിശേഷതയാണ്. അപ്പോൾ പാർട്ടി മെമ്പർമാർ മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ആത്യന്തികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലടക്കം കിട്ടുമല്ലോ ഇപ്പം. അതാ പബ്ലിക് ഡൊമൈനിൽ കിട്ടും ആ രേഖ. അത് മാർക്സിസ്റ്റുകാർക്ക് മാത്രമല്ല, മാർക്സിസ്റ്റ് വിരുദ്ധന്മാർക്കും കിട്ടുമല്ലോ. ആ സൈറ്റിലേക്ക് പോയാൽ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സുതാര്യമായിട്ടുള്ള നിലയിൽ സമൂഹത്തിന് മുമ്പിലുണ്ട്. അതിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലെ ഗുണവശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിഷേധമെന്ന് പറയാൻ പറ്റില്ല. 10 വർഷത്തെ LDFൻ്റെ ഭരണ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. വികസന നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ക്ഷേമ പദ്ധതികളുടെ മുന്നേറ്റം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞ പോലെ അവസാനത്തെ ആളുടെ കണ്ണീരൊപ്പാനുള്ള പരിപാടി തന്നെ കേരളത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തില്ല, വലതുപക്ഷം നേടിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈവിനെ മറികടക്കാനുള്ള ഒരു ശക്തി നമുക്ക് നേടാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താ അതിനകത്ത് കാണുന്നത്? ഭരണപരവുമായിട്ടുള്ള നേട്ടമുണ്ടായി, വികസന നേട്ടങ്ങൾ, ക്ഷേമ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വോട്ടായി മാറിയില്ല. എന്തുകൊണ്ട്? അത് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിലൂടെയേ സാധ്യമാവും. മറ്റു പാർട്ടികളെ ശൈലി നമ്മൾ അവലംബിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയവും സംഘടനാപരവുമായി കരുത്ത് നേടിക്കൊണ്ട് ഇപ്പോഴത്തെ തോൽവിയെ അതിജീവിക്കണം. അതിന് പ്രത്യയശാസ്ത്ര സമരം വളരെ പ്രധാനമാണ്. കമ്മ്യൂണിസ്റ്റുകാരും വിരുദ്ധന്മാരും നടത്തുന്ന പ്രത്യയശാസ്ത്ര സമരം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ ഇന്ന് വർഗീയതയെ അടക്കം ഉപയോഗിച്ചുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉപയോഗിച്ചുകൊണ്ടുമുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായ സമരം നടത്തുന്ന ഘട്ടത്തിൽ അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അതിൽ നേതൃത്വം മാത്രമാണ് ഉത്തരവാദി എന്ന് പറയാനാവില്ല. നേതൃത്വത്തിൻ്റെതായിട്ടുള്ള പെശക് പറ്റിയിട്ടുണ്ട്. അത് തിരുത്തണം. അതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ രേഖയുടെ സാരാംശം. എന്നാൽ താഴെയോ ജനങ്ങളും പാർട്ടിയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തണം. ഓരോ കാര്യത്തിലും കൃത്യമായ തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ കേന്ദ്ര കമ്മിറ്റിയുടെ രേഖ അംഗീകരിച്ചതോടുകൂടി ഈ പ്രോസസ്സ് അവസാനിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഭാവി പ്രവർത്തന പരിപാടികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഉൾപാർട്ടി ചർച്ച നടക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് വെച്ച് വിപുലീകൃതമായിട്ടൊരു സ്റ്റേറ്റ് കമ്മിറ്റി യോഗം ഉണ്ടല്ലോ. ആ യോഗത്തിൽ ഈ തിരുത്തൽ പ്രക്രിയ പാർട്ടിക്കകത്ത് നടത്തുമല്ലോ. ആ തിരുത്തൽ പ്രക്രിയയിൽ പാർട്ടി മെമ്പർമാർ മാത്രമല്ല, അനുഭാവികളുണ്ട്. ഇതാണ് സ്റ്റേറ്റ് കമ്മിറ്റി
ഒരു ആപ്പ് രൂപപ്പെടുത്തി അനുഭാവികൾക്ക് അഭിപ്രായം പറയാം, ലെഫ്റ്റിനെ സ്നേഹിക്കുന്നവർക്ക് അഭിപ്രായം പറയാം. അവരുടെ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു രേഖ അവിടെയോ അവതരിപ്പിക്കും, ചർച്ച ചെയ്യും. ഈ പാവ അനുഭാവികളും പാവം അണികളെയും വീണ്ടും എന്തിനതിൽ പെടുത്തുന്നത് എന്നുള്ളതാണ്. കാരണം ആരാണ് ഉത്തരവാദി വ്യക്തമല്ലേ. ഈ അമൂർത്തമായിട്ട് സംസാരിക്കുകയാണല്ലോ നമ്മുടെ നേതാക്കന്മാരൊക്കെ. ഇപ്പം അതായത് നേതൃത്വം ആരും ഉത്തരവാദിയല്ല, നേതൃത്വം മാത്രമല്ല. പക്ഷെ തീരുമാനിക്കുന്നതൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഇന്ന നേതൃത്വമാണ്, ഇന്ന ആളാണെന്ന് വ്യക്തമല്ലേ. ഇന്ന ആളുകൾ പറഞ്ഞിട്ടാണ് തീരുമാനിക്കുന്നത്, ഇന്ന ആൾ സ്ഥാനാർത്ഥി. ഇപ്പോൾ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്നത് ഇന്ന കമ്മിറ്റി തീരുമാനിച്ചതാണ്, ഇന്ന ആൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ പയ്യന്നൂർ ഇന്ന സ്ഥാനാർത്ഥിയാകാൻ കാരണം ഇതാണ് എന്നത് ഒരു അമൂർത്തമല്ലല്ലോ. ഇന്ന ഒരാളുണ്ടല്ലോ അതിൻ്റെ പിന്നിൽ. പിന്നെ എന്തിനാണ് ഈ പാവങ്ങളായ പാർട്ടി അണികളും പാവപ്പെട്ട അനുഭാവികളെ കൂടി എന്തിനാണ് ഇതിൽ തിരുത്തുന്നത്? അല്ല, അതിൽ ബിജു പറഞ്ഞ പോലെ മൂർത്തമായ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നു. അത് മൂർത്തമായിട്ട് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ മറുപടിയുണ്ട്. താങ്കൾ ഉദ്ദേശിക്കുന്നത് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി വിഷയമാണെങ്കിൽ അത് സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി രേഖയിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റിക്കുള്ള ഉത്തരവാദിത്വം അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തോൽവി നടന്നല്ലോ. അപ്പോൾ അതിൽ ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി മുന്നോട്ട് പോകണം. രണ്ടാമത്തെ കാര്യം ബിജു ചോദിച്ചു, ഇതിന് താഴെയുള്ള അണികളെയും അനുഭാവികളെയും എന്തിനാണ് ഉൾപ്പെടുത്തുന്നതെന്നുള്ളത്. താഴെയുള്ള അണികളെന്ന് പറഞ്ഞാൽ ആരാ? പാർട്ടി മെമ്പർമാർ. 6 ലക്ഷത്തോളം പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ. ആ പാർട്ടി മെമ്പർമാർക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തണം. അങ്ങനെ ദൃഢപ്പെടുത്തുന്നതിലുള്ള പോരായ്മ ഉണ്ടായിട്ടുണ്ട്. അതാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ആത്യന്തികമായി പറഞ്ഞു വെച്ചത്. അപ്പോൾ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം നേതൃത്വം ഏറ്റെടുക്കുക, അണികളുടെ ഉത്തരവാദിത്വം അണികൾ ഏറ്റെടുക്കുക, അനുഭാവികളെയും പഠിപ്പിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള വലതുപക്ഷമുണ്ടല്ലോ, ആ വലതുപക്ഷത്തിന് വോട്ട് നേടിക്കൊടുത്തതിൽ ചില അനുഭാവികൾക്കും പങ്കുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാവാത്തതാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാവിക്ക് നല്ലത്. ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന കേരളത്തിലെ ചില സാംസ്കാരിക നായകന്മാരിൽ ചിലർ പറഞ്ഞല്ലോ. അവർ ഇടതുപക്ഷത്തോടൊപ്പം അണിനിരക്കുന്നവരാണെന്നാണ് പറയുന്നത്. പക്ഷേ ഫലത്തിൽ വലതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവരും ആത്മപരിശോധന നടത്തണം. കാരണം നിങ്ങൾ ആരെയാണ് ഫലത്തിൽ സഹായിച്ചത്? മനസ്സിലായല്ലോ. ആരെയാണ് നിങ്ങൾ ഫലത്തിൽ സഹായിച്ചത്? ഈ VD സതീശൻ അല്ലേ, ലീഗ് അവരധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, മെയ് 18 അധികാരത്തിൽ വന്നിട്ട് അതിവേഗം തിരിച്ചറിഞ്ഞല്ലോ കേരളം അപകടത്തിലേക്ക് പോകുന്നു. ആ അപകടം എന്ന് പറയുന്നത് ഞാനിവിടെ കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ ബംഗാളിൽ BJP ആണ് അധികാരത്തിൽ. 10 കൊല്ലം മുമ്പേ BJPക്ക് ബംഗാൾ നിയമസഭയിൽ എത്രയാണ് സീറ്റ് കിട്ടിയത്? 3. മനസ്സിലായി? 3 സീറ്റ് 10% വോട്ട് 10 കൊല്ലം മുമ്പേ. ഇപ്പോൾ ബംഗാളിൽ ഭരണകക്ഷിയാണ്. കേരളത്തിൽ സതീശൻ്റെ ഭരണം നോക്കുമ്പോൾ ഈ UDFൻ്റെ ഭരണകാലം സംഘപരിവാർ ശക്തികൾക്ക് വെടിമരുന്നുണക്കാനുള്ള കാലമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. വളരെ കറക്റ്റാണ്. വെടിമരുന്നുണക്കാനുള്ള കാലം. സംഘപരിവാർ വെടി പൊട്ടിക്കും. വെടിമരുന്നുണക്കാനുള്ള കാലമാണ് UDFൻ്റെ ഭരണകാലം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, മുന്നറിയിപ്പ് കൊടുക്കുക, ജാഗ്രതപ്പെടുത്തുക, വീടകങ്ങളിലടക്കം ആശയസമരം നടത്തണം, രാഷ്ട്രീയമായിട്ടുള്ള സന്ദേശം എത്തിക്കണം. എങ്ങനെയാണ് ലെഫ്റ്റ് കേരളത്തിൽ രൂപപ്പെട്ടത്? കോൺഗ്രസിനകത്തെ വലതുപക്ഷത്തെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് തൊഴിലാളി, കൃഷിക്കാരൻ, കർഷക തൊഴിലാളി, അടിമ സമാനമായിട്ട് ജീവിതം നയിച്ച ഇവരൊക്കെ വർഗരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായത് വലിയ ആശയസമരത്തെ തുടർന്നാണ്. ആശയസമരം മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ പാർട്ടി അനുഭാവികളും അണികളും ഒന്നടങ്കം അണിനിരക്കണം. അതുകൊണ്ട് ലെഫ്റ്റിൻ്റെ പൊളിറ്റിക്സ്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയെ സ്നേഹിക്കുന്ന ജനലക്ഷങ്ങൾ കൂടി അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയവും സംഘടനാപരമായിട്ടുള്ള പോരാട്ടമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ സെപ്റ്റംബറിലെ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തോടെ ഒരു വലിയൊരു ഉണർവ് പാർട്ടിക്ക് ഉണ്ടാകും. ഒരു തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷകളൊക്കെ നൽകുമോ? എങ്ങനെയാണത്?
തീർച്ചയായിട്ടും. അതായത് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയാൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസികളാണ്. അശുഭാപ്തി വിശ്വാസി ആവരുത്, ശുഭാപ്തി വിശ്വാസിയാവുക. നാളെ വിപ്ലവം വിജയിക്കും. അപ്പോൾ ഇടതുപക്ഷം ഇനിയും ഈ തിരിച്ചടിയിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് വരും എന്ന നല്ല ആത്മവിശ്വാസത്തിലാണ് ഞാനും ഉള്ളത്. വളരെ സന്തോഷം, ഇത്രയും നേരം സംസാരിച്ച വളരെ സന്തോഷം. ഓക്കെ.